തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ CBI അന്വേഷണം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം. പൂരം കലക്കൽ ദേവസ്വത്തിന്റെ മുകളിൽ വെച്ച് കെട്ടാനുള്ള ഗൂഢനീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വത്തിന് ഒരു രാഷ്ട്രീയവുമില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്കൊപ്പം ജെയ്സൺ ചാവളപ്പിൽ ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാവളപ്പിൽ. ദേവസ്വത്തിന്റെ മുകളിലിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയടക്കം മറച്ചുവെക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം, അതാണോ തിരുവമ്പാടി ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വ്യക്തമാകുമ്പോൾ പറയുന്നത്? എന്തൊക്കെയാണ് അവർക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സുജയ, സംസ്ഥാന സർക്കാർ തള്ളിയ, മുഖ്യമന്ത്രി തള്ളിയ ADGPയുടെ റിപ്പോർട്ടിൽ ADGP കണ്ടെത്തിയ കുറ്റക്കാരാണ് എനിക്ക് പുറകിൽ നിൽക്കുന്നത്. ADGP കണ്ടെത്തിയ, എന്നാൽ സംസ്ഥാന സർക്കാർ തള്ളിയ ഏകപക്ഷീയമായ റിപ്പോർട്ടിൽ പ്രതികളായി നിൽക്കുന്നവരാണ്. ഞാൻ തമാശ രൂപത്തിൽ പറയാണ്, പക്ഷേ അദ്ദേഹം പ്രതിസ്ഥാനം നിർത്തിയവരൊക്കെയാണ് ഈ നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സത്യത്തിൽ എന്താണ് അന്നുണ്ടായത്? ഇത് 2023 ആ തീരുമാനങ്ങൾ, പോലീസ് എടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞങ്ങൾ മന്ത്രിമാരും അതേപോലെ തന്നെ കളക്ടറും പിന്നെ കമ്മീഷണറും എല്ലാവരും കൂടിയിട്ടുള്ള ആ മീറ്റിങ്ങുകളിൽ, പല മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട്. ആ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് 2024 ആവർത്തിക്കരുത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് 2024 ആവർത്തിച്ചപ്പോൾ അത് നമ്മൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് പൂരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെ പൂരം കലക്കിയ വേളയിലെ പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ആ ദൃശ്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംഭാഷണം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എക്സ്ക്ലൂസീവായി ആ പൂരം കലങ്ങിയ വേളയിൽ എങ്ങനെയാണ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളത്തടക്കം തടഞ്ഞത്, എങ്ങനെയായിരുന്നു പോലീസ് വിന്യാസം, പോലീസ് എവിടെയൊക്കെ നിലയുറപ്പിച്ചിരുന്നു, എങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്ന പൂരം കാണാനെത്തിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അതെല്ലാം വ്യക്തമാകുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. ജെയ്സൺ, തുടരാം. ദേവസ്വം പൂരം കലക്കില്ല എന്ന് ഇത്ര കാലമായി പൂരം കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കറിയാം. പിന്നെ എന്തുണ്ടായി? നമ്മൾ അതിനെ ചോദ്യം ചെയ്തു. അതായത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും പ്രധാന പങ്കാളികളാണ്. നിങ്ങൾക്ക് എന്തിനാണ് പൂരം കലക്കേണ്ടതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്. തിരുവമ്പാടിക്കാർ അവർ പതിറ്റാ നൂറ്റാണ്ടുകളായി നടത്തി വരുന്ന ഒരു പൂരം കലക്കാൻ നിൽക്കുമോ? ഇതൊരു സാമാന്യ ബോധത്തിൽ വരുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും. എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ചേതോവികാരം ഉണ്ടായതെന്ന് അജിത് സാറിന് അറിയില്ല. ഞങ്ങൾ ആ പൂരം കലക്കിയിട്ട് 226 വർഷമായിട്ട് പൂരം ഇങ്ങനെ യഥേഷ്ടം എല്ലാ വർഷവും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൂരത്തിനെ കലക്കാൻ ഞങ്ങൾ തന്നെ ശ്രമിക്കൂ. അതിലെന്തോ അജിത് സാർക്ക് അതിലെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് തോന്നുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അതെന്തിലോ വളച്ചൊടിക്കുക, ആരൊക്കെ വേണ്ടി വളച്ചൊടിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഈ അജിത് കുമാർ ഇവിടെ IG ആയിരുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും ഈ പൂരം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആദ്യമായി പൂരം കാണാൻ വരുന്നത് അദ്ദേഹം IG ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അജണ്ട ഇതിനകത്ത് വന്നത്? തീർച്ചയായിട്ടും ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് ആ സമയത്ത് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് ഒരു ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങുകളിലൊന്നും മറ്റേ മന്ത്രിതലത്തിലുള്ള പ്രതിനിധികളോ ആരും ഉണ്ടായിരുന്നില്ല. ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും മറ്റുള്ള ഇവർക്കാണ് അതിൻ്റെ എല്ലാ ചുമതലയും ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് തൃശ്ശൂർ കമ്മീഷണർ തികച്ചും ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടാവാൻ കാരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ മീറ്റിങ്ങുകളിൽ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എഴുന്നള്ളിപ്പ് രാത്രി സാധാരണ ഇതിലപ്പോൾ തൃശ്ശൂർ കമ്മീഷണർ ADGP അജിത് കുമാറിൻ്റെ ആജ്ഞകൾ അനുസരിക്കുകയായിരുന്നു. അതായിരിക്കണം ഇപ്പോൾ അതങ്ങനെ തോന്നണത്. ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് വ്യക്തമായിട്ട് ഇവരുള്ള മീറ്റിങ്ങുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. 2023 ലാത്തിച്ചാർജ് നടന്നു. അതിനുശേഷം 2024 പൂരത്തിന് രാവിലെ തിരുവമ്പാടിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ്. അവിടെ നിന്ന് മറ്റേ നമ്മുടെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ സമയത്തും അത് കഴിഞ്ഞ് കൊടമാറ്റത്തിൻ്റെ സമയത്തും അതുവരെയൊക്കെ ഞങ്ങൾ സഹിച്ചു. ഒരു പ്രശ്നം ഉണ്ടാകാണ്ട് പോയില്ല. പക്ഷേ രാത്രി ഉണ്ടാകാൻ കാരണം എനിക്ക് വെടിക്കെട്ടിൻ്റെ ചുമതലയായിരുന്നു. ഞാൻ വെടിക്കെട്ട് പറമ്പിൽ അന്ന് കുഴികൾ കുത്തി കഴിയണുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ 10 മണിയോട് കൂടിയിട്ട് പാറമേക്കാവ് ദേശത്തു നിന്നുള്ള ആളുകൾ വന്ന് പറഞ്ഞു, പോലീസ് അവരുടെ മാഗസിൻ വന്നിട്ട് ചാവി മേടിച്ചു വെച്ചു, ഇനി എല്ലാ എഴുന്നള്ളിപ്പുകളും കഴിഞ്ഞതിന് ശേഷം വെടിക്കെട്ടിനുള്ള അനുവാദം തരുള്ളൂ, അപ്പോഴാണ് വെടിക്കെട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു.
കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 2 വർഷം ഈ വെടിക്കെട്ടിലാണ് പ്രധാനമായിട്ടൊരു വിഷയം. വെടിക്കെട്ടിന്റെ സമയത്താണ് ഈ വിഷയം വരുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നമ്മുടെ പ്രസിഡന്റിന് സെക്രട്ടറിനെ ഈ കാര്യം ധരിപ്പിച്ചു. അവർ അവിടെ എത്തി. അപ്പോൾ സെക്രട്ടറി ഞങ്ങളുടെ അവിടത്തേക്ക് എത്തുന്ന സമയത്ത് പോലീസ് തടഞ്ഞു. ഈ പോലീസ് ഈ 10 മണിക്ക് എല്ലാ റോഡുകളും ബന്ദോബസ്താക്കി റൗണ്ടിലേക്ക് ആളുകളെ കടത്താണ്ട് നിർത്തിയിരിക്കുന്നു. ആ സമയത്ത് അവിടെയുള്ളത് അതാണ് ഈ ഇത്രയും രൂക്ഷമാക്കുന്നതിന്. അത് അവിടെയുള്ള ഡ്യൂട്ടിക്കുള്ള അവിടുത്തെ ട്രെയിനികളാണ്. എന്താ വെച്ചാൽ അവർക്ക് നിർദ്ദേശം കൊടുത്തുന്ന ആര് വന്നാലും ബാഡ്ജ് ധരിച്ച്, ഇനിയിപ്പോൾ പൂര കമ്മിറ്റിക്കാരായാലും അവരെവിടെ എടുത്ത് സെക്രട്ടറി ആ വഴിക്ക് എൻ്റെ അടുത്ത് എത്താൻ ശ്രമിച്ചപ്പോൾ സെക്രട്ടറിനെ തടഞ്ഞു. സെക്രട്ടറി എന്നിട്ട് വേറെ വഴിക്ക് പോലീസ് ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് വന്നത്. അന്ന് ഈ രാത്രി എഴുന്നള്ളിപ്പ് സുജയ, ഇപ്പോൾ ഇദ്ദേഹം ഇതിന് ജോയിന്റ് സെക്രട്ടറിയാണ് ശശികുമാർ. പിന്നെ അവരുടെ ആ വികാരം മനസ്സിലാവും. തൃശ്ശൂർ പൂരം പോലെ അത്രയേറെ മാസങ്ങളോളം എഫർട്ട് എടുത്തിട്ടാണ് ഒരു പൂരത്തിലുള്ള ഒരുക്കം. തീർച്ചയായും ജേസൺ ചാമളപ്പിൽ അവരാ പൂരം കലക്കില്ല, അവരാ പൂരം കലക്കി എന്ന് പറയുന്നതിനെ സർക്കാരും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട്? യഥാർത്ഥത്തിൽ ആരാണോ ആ നിർദ്ദേശം കൊടുത്തത് അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിനാണോ അങ്ങനെ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്?